രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇടതു വനിതാ നേതാക്കൾ മന്ത്രി വീണ ജോർജും കെ ശൈലജയും. കോൺഗ്രസ് രാഹുലിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് കെ ശൈലജ ആവശ്യപ്പെട്ടു. രാഹുലിനെ വിമർശിച്ചുള്ള ഇരുവരുടെയും പോസ്റ്റുകൾക്ക് താഴെ വന്ന കമന്റുകളിലേറെയും പാർട്ടിയിലെ സമാന കുറ്റവാളികളെ CPM സംരക്ഷിക്കുന്നുവെന്ന വിമർശനമാണ്. അതിക്രമങ്ങൾക്ക് വിധേയരായ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്ന് കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിച്ചുവെന്നും കെ ശൈലജ വിമർശനമുന്നയിച്ചു. പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകൾ ഇങ്ങനെ: രാഹുലിനെതിരെ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തു. എന്നാൽ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പാർട്ടി MLA മുകേഷ്, ശശിമാർ, മുൻ MLA PT കുഞ്ഞുമുഹമ്മദ്, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച CPM നേതാക്കന്മാരായ A പത്മകുമാർ, N വാസു തുടങ്ങിയവരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു? PT കുഞ്ഞുമുഹമ്മദിനും മുകേഷിനും സുഖമാണോ എന്ന് ടീച്ചർ സമയം കിട്ടുമ്പോൾ ഒന്ന് അന്വേഷിക്കണം. ഇടയ്ക്ക് മുകേഷിനെയും ഗണേശിനെയും ശശിമാരെയും ഓർക്കണം. തീവ്രത അളക്കുന്നതേയുള്ളൂ എന്നൊക്കെയാണ് പ്രതികരണങ്ങൾ. രാഹുലിനെതിരെ ആദ്യ അതിജീവിത ഇന്ന് ഫേസ്ബുക്കിലിട്ട കുറിപ്പ് പരാമർശിച്ചായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ കുറിപ്പ്. മറുപടികൾ ഇങ്ങനെ: ഇതുകൊണ്ടൊന്നും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ നോക്കേണ്ട. മോശം ഭരണം മറച്ചുപിടിക്കാനാണ് രാഹുൽ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സംസ്ഥാനത്ത് കോലാഹലമായി തുടരുമ്പോൾ അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള CPM ശ്രമം പാളുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്ന CPMന്റെ ഇരട്ടത്താപ്പാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമൂലമാണ് വനിതാ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് പോലും സ്വീകാര്യത കിട്ടാതെ പോകുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.